ശരിക്കും തടിയൻ അങ്ങനെയൊക്കെ പറഞ്ഞോ? എന്നാ നീ കണ്ണും പൂട്ടി വിശ്വസിക്കേണ്ടത് ഈ വാക്കുകൾ തന്നെയാ, അല്ലാതെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിന് ഗിരി പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല. പക്ഷേ രണ്ടും പറഞ്ഞത് ഒരാള് തന്നെയാണല്ലോ. അത് ഓർക്കുമ്പോൾ എനിക്ക് ആകെ ഒരു കൺഫ്യൂഷൻ. എന്റെ സുമി, ഈ ആണുങ്ങള് രണ്ട് സിറ്റുവേഷനിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം. ഒന്ന്, കള്ളും കുടിച്ച് ബോധമില്ലാതെ പറയുന്ന കാര്യങ്ങള്. പിന്നെ ഉറക്കത്തിൽ അറിയാതെ പറഞ്ഞു പോകുന്നത്. ചിരിക്കൊന്നും വേണ്ട, തമാശയൊന്നും അല്ല ഞാൻ പറഞ്ഞത്. എന്റെ അക്കുവിന്റെ കാര്യത്തില് എനിക്ക് എത്രയോ വട്ടം അനുഭവം ഉള്ളതാ. സത്യസന്ധമായിട്ട് അറിയേണ്ട കാര്യങ്ങളെല്ലാം അക്കു ഏതെങ്കിലും പാർട്ടി കഴിഞ്ഞ് ഫിറ്റ് ആയിട്ട് വരുന്ന ദിവസങ്ങളിൽ ഞാൻ നൈസായിട്ട് ചോദിച്ച് മനസ്സിലാക്കും. മണി പോലെ കാര്യങ്ങൾ ഇങ്ങോട്ട് വരും. ഇവിടെ ഏതായാലും ഉറങ്ങിക്കിടന്ന ഗിരിയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. ആ പറഞ്ഞത് മുഴുവനും സത്യം തന്നെയാണ്, എനിക്ക് ഉറപ്പാ. പറയാ മാത്രല്ല, വേറൊരു കാര്യം കൂടെ ഉണ്ടായി. എനിക്കൊരു ഗിഫ്റ്റ് തന്നു. പൊളിച്ചു മോളെ. എന്ത് ഗിഫ്റ്റാ? ഡയമണ്ട് റിംഗ് ആണോ? അതൊന്നുമല്ല, പക്ഷേ ഡയമണ്ടിനോളം വില വരുന്ന ഒരു ഹാൻഡ് ബാഗ്. അതെന്ത് ബാഗാ? $5000 മറ്റോ US വാങ്ങിക്കൊണ്ടു വന്നതാ. ആണോ? എന്നിട്ട് എവിടെ? നീ എന്താ അത് ഇങ്ങോട്ട് കൊണ്ടുവരാഞ്ഞേ? എനിക്കത് എടുത്ത് ഉപയോഗിക്കാനായിട്ട് മനസ്സ് വരുന്നില്ല. വിലയോർത്തിട്ടൊന്നുമല്ല, കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് ഗിരി എനിക്കെന്ന സമ്മാനല്ലേ, അത് ആ ജീവനാന്തം സൂക്ഷിച്ചു വെച്ചാലോ എന്നൊരു തോന്നൽ. സുമി, നീ ഈ പറഞ്ഞ കാര്യങ്ങളെന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് എന്താണെന്നറിയോ? നമ്മൾ ഇതുവരെ കരുതിയതുപോലൊന്നും അല്ല കാര്യങ്ങള്. ഗിരിയുടെ മനസ്സിൽ നിനക്കുള്ള സ്ഥാനം എന്നും വളരെ വലുത് തന്നെയാ. പക്ഷെ അത് തുറന്നു പ്രകടിപ്പിക്കുന്നതിൽ നിന്ന് എന്തോ ഗിരിയെ വിലക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇത്രയും കാലം അവൻ അതൊന്നും പുറത്തു കാണിക്കാതെ നമ്മളെല്ലാവരും ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആക്കിക്കൊണ്ടിരുന്നത്. എത്ര ആലോചിച്ചിട്ടും എനിക്കത് എന്താണെന്ന് പിടികിട്ടുന്നില്ലല്ലോ സ്നേഹ. നമുക്കൊരാളുടെ അടുത്ത് സ്നേഹം ഉണ്ടെങ്കിലേ അത് തുറന്നു പ്രകടിപ്പിക്കാൻ എന്താ തടസ്സം? ആരെ പേടിക്കണ്ടേ? ആരെയും പേടിച്ചിട്ടാവണമെന്നില്ല. ചിലപ്പോ മനസ്സിൽ എന്തെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ടാവും. മുൻപ് ജീവിതത്തിൽ നേരിട്ടിട്ടുള്ള എന്തെങ്കിലും ചില ദുരനുഭവങ്ങൾ കാരണം വീണ്ടും ആരെങ്കിലും മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ മടിക്കുന്നതാണെങ്കിലോ? സ്നേഹ, ഗിരിക്ക് ആരുടെയെങ്കിലും അടുത്ത് ലവ് അഫെയറുകൾ ഉണ്ടായിരുന്നോ? ഏയ്, എന്റെ അക്കൗണ്ട് അറിവിൽ ഇല്ലേ ഇല്ല. അങ്ങനെയൊന്നും നീ ചിന്തിക്കേ വേണ്ട. ടോട്ടലി ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ. സുമി നിക്ക്. ഇന്നത്തെ ദിവസം സുമിയെ കാണാൻ പറ്റുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. എന്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ദിവസം. അതുകൊണ്ട് സുമിയെ ഒന്ന് കാണണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. എന്റെ ആഗ്രഹം പോലെ നീ കൺമുന്നിൽ വരികയും ചെയ്തു. എനിക്കിങ്ങനെയുള്ള വിശേഷങ്ങളൊന്നും കേൾക്കാൻ ഒട്ടും താല്പര്യമില്ല. ഒന്നുമില്ലേലും നമ്മൾ തമ്മിൽ... അതെ, നമ്മൾ തമ്മിലൊരു ബന്ധം ഉണ്ടായിരുന്നു. അത് പണ്ട്. അതിന്റെ ഓർമ്മകൾ കൂടെ ഞാൻ മണ്ണിട്ട് മൂടിയിട്ട് വർഷങ്ങൾ കുറയായി. നീ എനിക്കിപ്പോ ആരുമല്ല. അങ്ങനെ തന്നെ പാടേ മറന്നു കളയാൻ നിനക്ക് പറ്റുമോ സുമി? ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാ ഇങ്ങനെ പഞ്ചാര വർത്തമാനമായിട്ട് എന്നെ പിന്നാലെ നടക്കരുത്. ഇനിയും ഇങ്ങനെ തുടർന്നാ ഞാൻ ഐശ്വര്യന്റെ അടുത്ത് എല്ലാം തുറന്നു പറയും. നീ പറയുന്ന കേട്ടതൊന്നും അവക്കൊന്നും അറിയില്ല. ഞങ്ങൾ തമ്മിലുള്ള ബന്ധവും അത്ര സുഖത്തിലൊന്നുമല്ല. എനിക്കൊന്നും അറിയണ്ട. ഇനി മേലിൽ എന്റെ അടുത്ത് സംസാരിക്കാൻ വരരുത്. എന്റെ കൺവെടുത്തൂടെ വന്നു പോയേക്കരുത്. സുമി, അങ്ങനെ അങ്ങ് മിടുക്കിയായിട്ട് പോകാൻ പറ്റേ. ഞാൻ ഇനിയും നിന്നെ കാണും, സംസാരിക്കും. എത്രയൊക്കെ ഒഴിഞ്ഞു വരാൻ ശ്രമിച്ചാലും നമുക്ക് ഇനിയും പലയിടത്ത് വെച്ച് കാണേണ്ടി വരും. ഓർത്തോ? നീ ഇരിക്കുന്ന സ്ഥലത്ത് ഞാൻ വന്നാലല്ലേ നിനക്കെന്നോട് സംസാരിക്കാനും ശല്യം ചെയ്യാനും ഒക്കെ അവസരം കിട്ടത്തുള്ളൂ. അതൊരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല. എന്തുണ്ട് വിശേഷം?
പ്രത്യേകിച്ചൊന്നുമില്ല, ഇങ്ങനെ പോന്നു. പലപ്പോഴും അച്ഛനെയും അമ്മേനെയും കാണാൻ ഇവിടെ വരുമ്പോഴത്തേക്കും നിന്നെ ഒന്ന് കയറി കണ്ടാലും ഞാൻ ആലോചിക്കാറുണ്ട്. പക്ഷെ അത് ചെയ്യാത്തത് അറിയാം. ഇന്ന് കിരൺ ഇവിടെ ഇല്ലാന്ന് അറിഞ്ഞിട്ടാണ് നീ വന്നതെന്നും എനിക്കറിയാം. കിരണിനെ നീ താഴെ വെച്ച് കണ്ടു അല്ലേ? അതുകൊണ്ടല്ലേ കിട്ടിയ അവസരം പാഴാക്കാതെ ഞാനിങ്ങ് കയറി പോകുന്നത്. ഇരിക്കെ, ഞാൻ നിനക്ക് കാപ്പി എടുക്കാം. ആ വേണ്ട വേണ്ട, ഒന്നും വേണ്ട. വീട്ടിൽ ചെന്ന് കയറുമ്പോഴേ അമ്മയുടെ വക ഒരു കാപ്പി എന്തായാലും ഞാൻ കുടിച്ചേ പറ്റൂ. കിരൺ വീണ്ടും ജോലിക്ക് പോയി തുടങ്ങിയല്ലേ? നീ കിരണിനോട് സംസാരിച്ചായിരുന്നോ? ആ, ഫോർമലായിട്ട് എന്തൊക്കെയോ ചോദിച്ചു. അതൊക്കെ പോട്ടെ, എങ്ങനെ പോകുന്നു നിന്റെ ജീവിതം? ദിവസം ചെല്ലുന്തോറും എനിക്കും കിരണിനും ഇടയ്ക്കുള്ള പ്രശ്നങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുക. കിരണിനോട് എനിക്ക് വേറെ പരാതിയൊന്നുമില്ല. പക്ഷെ ഇപ്പോഴും ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ അവൻ തയ്യാറാവുന്നില്ല സുമി. അത് പണ്ടും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. നമ്മളിടയ്ക്ക് ഇതിനു മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടോ? ഞാൻ സുമിതയുടെ ഫ്രണ്ടാണ്, പേര് കിരൺ. ആ കിരൺ, നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടില്ലല്ലോ. ഇതെന്റെ വുഡ്ബിയാ, മിസ്റ്റർ ഗിരിധർ. അല്ല, അത് ഞാന് സാറിന്റെ അത് പിന്നെ പറയാനുണ്ടോ? വെളിച്ചപ്പാടിനെ എല്ലാവർക്കും അറിയില്ലേ അല്ലേ? അതൊരു പഴഞ്ചൊല്ല് പറഞ്ഞതേ ഉള്ളൂ. അല്ല, വൈകുന്നേരത്തെ ചടങ്ങിന്റെ കാര്യമൊക്കെ എന്താ ചേട്ടാ? അതിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ആകാശിനെ ഏൽപ്പിച്ചിരിക്കുക. എന്നാ സാർ ഞാനങ്ങോട്ട്. യെസ് യെസ്, ഓൾ ദി ബെസ്റ്റ് മിസ്റ്റർ കിരൺ. താങ്ക് യു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ചേട്ടാ, ഇന്നത്തെ വൈകിട്ടത്തെ ചടങ്ങിലെ സ്റ്റാഫുകൾക്കെല്ലാം ആനുവൽ ബോണസ് കൊടുക്കുന്നത് ഒരു സ്പെഷ്യൽ ചീഫ് ഗസ്റ്റ് ആയിരിക്കണം. ചീഫ് ഗസ്റ്റോ? അതെ, നമ്മുടെ സ്വന്തം കുടുംബത്തിലെ ഒരു ചീഫ് ഗസ്റ്റ്. ആര്? സുമിതയുടെ അല്ലാതെ ആരാ? വൈകിട്ടത്തെ ചടങ്ങിലേക്ക് ഏട്ടത്തെ ക്ഷണിക്കണം. ഏയ്, എന്തിന്? അതൊന്നും ശരിയാവില്ല. അതേ ശരിയാവൂ. കമ്പനിയിലെ തൊഴിലാളികൾക്ക് ബോണസ് കൊടുക്കുന്നത് നമ്മുടെ കുടുംബത്തിലെ മഹാലക്ഷ്മി അല്ലാതെ പിന്നെ ആരാ മോനെ? ഇത് ഞാൻ പറഞ്ഞതല്ല, നിന്റെ അമ്മ പറഞ്ഞതാ. അതെ, അങ്ങനെ ഒരു ആഗ്രഹം അമ്മ എന്നോട് രാവിലെ പറഞ്ഞോളൂ. ഒരുപാട് പേര് നിന്നെ കണ്ണുവെക്കും. നീ ഇതെങ്ങോട്ടാ? അപ്പോ നീ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ അനുരാധെ? ഗിരിയുടെ ഓഫീസിൽ ഇന്ന് നടക്കുന്ന ഒരു വലിയ ചടങ്ങ് ഇവളാണ് മുഖ്യ അതിഥി. അങ്ങനൊരു ഫംഗ്ഷനെ കുറിച്ച് ഗിരി എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ഇതങ്ങനെ വലിയ ഫംഗ്ഷൻ ഒന്നും അല്ലമ്മേ. ആനുവൽ ബോണസ് വിതരണം പെട്ടെന്ന് തട്ടിക്കൂട്ടി പരിപാടിയാ. അച്ഛമ്മ പറയുന്ന പോലെ അങ്ങനെ മുഖ്യാതിഥി ഒന്നും ആവില്ല. ഗിരി എന്നോടുകൂടെ വരാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. അതെന്താ അത്ര ചെറിയ കാര്യമാണോ? ഇനി മുതൽ തക്കുടൂന്റെ ഓഫീസിൽ നടക്കുന്ന എല്ലാ ചടങ്ങുകളിലും അവന്റെ ഭാര്യ എന്ന നിലയിൽ നീയും പങ്കെടുക്കണം. ആ, ഗിരി വിളിച്ചാ ഞാൻ പോവും. അതൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യം അച്ഛമ്മ. ഗിരി വിളിച്ചാലും ഇല്ലെങ്കിൽ അത് നിനക്ക് അവകാശപ്പെട്ടതാണ്. കാരണം നീയാണ് ഈ വീട്ടിന്റെ ഗൃഹനാഥ. രാജാവിന്റെ പത്നിയെ പട്ടമഹിഷി എന്നാണ് പറയാറുള്ളത്. ആ കമ്പനിയിലെ രാജാവാണ് ഗിരി. അപ്പോ അവിടുത്തെ പട്ടമഹിഷി നീയാണ്. അയ്യോ, സംസാരിച്ചു നിന്ന് നേരം പോയത് അറിഞ്ഞില്ല. ഞാൻ ഇറങ്ങട്ടെ അച്ഛനെ. ചെല്ലേ അമ്മേ, പോയിട്ട് വരാം. ദാമോദര, ഡ്രൈവറോട് വണ്ടി ഇറക്കാൻ പറ. സുമിത മോൾക്ക് പോവാൻ നേരായി. ശരി, മോള് ചെല്ലേ. ാണ് ഈ കമ്പനി ഇത്രയധികം ഉയരങ്ങൾ കീഴടക്കിയതെന്ന്. ഈ കമ്പനിയുടെ ഉയർച്ചയ്ക്കായിട്ട് അഹോരാത്രം പണിയെടുക്കുന്ന നിങ്ങളെയും കമ്പനി ചെയർമാനായ ഗിരിയേട്ടനെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കൊളവാക്കിയില്ലല്ലോ അല്ലേ? ഇല്ല. ഇനി അടുത്തതായി നമ്മുടെ കമ്പനിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഇപ്പോൾ വിശ്രമ ജീവിതം നയിക്കുന്ന മുൻ ജീവനക്കാരായ 2 പേരെ ആദരിക്കുന്ന ചടങ്ങാണ്. ആദ്യമായി നമ്മുടെ കമ്പനിയിൽ നിന്ന് സീനിയർ സൂപ്രണ്ടായി ജോലി ചെയ്ത് വിരമിച്ച ശ്രീ ഗോപാലകൃഷ്ണ കൈമൾ സർ. അതെ, റിട്ടയർ ചെയ്ത് ഒരുപാട് വർഷം ആയവരെയും നമ്മളിവിടെ ആദരിക്കുന്നുണ്ടോ?
അവർ ഈ കുടുംബത്തിലെ അംഗങ്ങളായിരുന്നല്ലോ. പ്രായപരിധി കഴിഞ്ഞ് റിട്ടയർ ആയെന്ന് വെച്ച് കുടുംബത്തിൽ നിന്ന് അവരെ പുറത്താക്കാനാവില്ലല്ലോ. സുമി, ഇത് എണീക്ക്. എണീറ്റ് വാ. ദാ. അടുത്തതായി ആദരിക്കുന്നത് നമ്മുടെ കമ്പനിയുടെ സെക്യൂരിറ്റി സ്റ്റാഫിൽ നിന്നും റിട്ടയർ ചെയ്ത ശ്രീ മൈക്കിൾ ചേട്ടനെയാണ്. അടുത്തതായി ബോണസ് വിതരണമാണ്. കമ്പനി സ്റ്റാഫുകൾ ഓരോരുത്തരായി വന്ന് ബോണസ് സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്ത് മാറ്റം? അത് പിന്നെ ജ്വല്ലറിന്റെ ക്ലയന്റ് മറ്റൊരു മോഡലിനെ സെലക്ട് ചെയ്തു. സത്യമായിട്ടും ഇതിൽ എന്റെ ഒരു മിസ്റ്റേക്ക് ഇല്ല സനു. നീ എന്നെ ഒന്ന് വിശ്വസിക്കണം. എന്താ ഞാൻ വിശ്വസിക്കണ്ടേ? എന്തൊക്കെ നീ എന്നോട് പറഞ്ഞു ഓർമ്മയുണ്ടോ? വേണ്ട വേണ്ടെന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ചതിലേക്ക് കൊണ്ടുചെന്ന് ചാടിച്ചത് ആരാ? നീയല്ലേ? എന്നെ അവര് ഫിക്സ് ചെയ്തതോണ്ടല്ലേ പേയ്മെന്റ് വരെ സംസാരിച്ചുറപ്പിച്ചത്. നാളെ ഞാൻ വന്ന് എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നതിന് മുമ്പ് എന്ത് തിരിമറി അവിടെ നടന്നതെന്ന് എനിക്കറിയണം. നീ ഒന്ന് കൂളാവ്. എന്നിട്ട് ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. അവിടെ ഒരു തിരിമറി നടന്നിട്ടില്ല. ഞാൻ കൊടുത്ത ഓപ്ഷനുകൾ നിന്നേക്കാൾ ബെറ്റർ ആയതുകൊണ്ടുമല്ല. പിന്നെ പിന്നെ എന്താ സംഭവിച്ചെന്ന് പറ. അവർക്ക് വേണ്ടത് കുറച്ചുകൂടി ഇന്ത്യൻ സ്കിൻ ടോൺ ഉള്ള പെൺകുട്ടിയായിരുന്നു. അല്പം കൂടി ഇരുണ്ട ഡസ്കി കോംപ്ലക്ഷനുള്ള പെൺകുട്ടിയെ. മോഡലിന്റെ സൗന്ദര്യം അവരുടെ ജ്വല്ലറിയുടെ സൗന്ദര്യത്തെക്കാൾ ജ്വലിച്ചു നിന്ന അത് ശരിയാവില്ലെന്ന് അവരുടെ ഡയറക്ടറും പറഞ്ഞു. അതൊക്കെ കൊണ്ടാ കുറച്ചുകൂടെ ഗ്ലാമർ കുറഞ്ഞ മോഡലിന് നറുക്ക് വീണത്. ആരാ അവള്? അങ്ങനെ പേര് പറഞ്ഞാൽ അറിയാൻ പാകത്തിന് ഫേമസ് ആയ ആളൊന്നുമല്ല. ഷീസ് എ ഫ്രഷർ. നീ ഒന്ന് റിലാക്സ് ആയിക്കേ. നിന്നെ പോലെ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു ഡിസൈനർ കം മോഡലിന് ഈ ഒരു ജ്വല്ലറിയുടെ ആഡാണോ വലിയ കാര്യം? നോ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതെനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു എക്സ്പോഷർ ആയിരുന്നു. കല്യാണം കഴിഞ്ഞ് ഞാൻ ഫീൽഡ് വിട്ടു എന്ന് പറയുന്നവർക്കുള്ള ഒരു മറുപടി ആയിരുന്നു നാഷണൽ ക്ലയൻസ് ആയ കൊച്ചിൻ ജ്വല്ലേഴ്സിന്റെ ഈ പരസ്യം. സോ ഐ ബാഡ്ലി വാണ്ടഡ് ടു ഡു ഇറ്റ്. യെസ്, ഐ അണ്ടർസ്റ്റാൻഡ്. പക്ഷെ ഇനി ഒന്നും ചെയ്യാനില്ല. സോറി സനു. ഷെറിൻ, നിക്ക് 1 സെക്കൻഡ്. ഏതാ മോഡൽ? എന്താ അവളുടെ പേരും ഡീറ്റെയിൽസും? ശരി, ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നിനക്ക് മെസ്സേജ് ചെയ്യാം. പക്ഷെ നീ വെറുതെ പ്രശ്നത്തിനൊന്നും നിൽക്കണ്ട. ഒരു നാഷണൽ ക്ലയന്റ് നിന്നെ മാറ്റി മറ്റൊരാളെ തെരഞ്ഞെടുത്തൊന്ന് ഫീൽഡിൽ അറിഞ്ഞ നാണക്കേട് നിനക്ക് തന്നെയായിരിക്കും. എല്ലാം നമുക്കുള്ള അടി. അത് വേണ്ട സാർ, ഞാൻ കഴിക്കുന്നില്ല. അതെന്താ കിരൺ കഴിക്കില്ലേ? കഴിക്കും, പക്ഷെ നിതീഷ് സാറിന്റെയും അമരീഷ് സാറിന്റെയും കൂടെ. ഓ, അങ്ങനെയുള്ള ഒരു ബഹുമാനൊക്കെ ഓഫീസിൽ മതിയെന്നേ. Yes, അപ്പൊ എല്ലാം എടുത്ത് പറഞ്ഞ പോലെ. ആ. Cheers.
ഗ്ലാസ് പൊട്ടിക്കല്ലേ. ആ. എന്നാ ഒരെണ്ണം കൂടെ കഴിക്കട്ടെ? അല്ല, വേണ്ട സാർ. ഓ പിന്നെ ഒരെണ്ണം കൂടെ കാട്ടിക്കാം. എന്നാ ഇതും കൂടെ അങ്ങോട്ട് പിടി. എങ്കിലല്ലേ ഒരു 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 ഊർജം കിട്ടൂ. കിരണ് ഗിരിയേട്ടനെ നേരത്തെ അറിയായിരുന്നു? അറിയാം. എങ്ങനെ അറിയാം? നിങ്ങൾ തമ്മി എവിടെ വെച്ചാ പരിചയം? അത് നമ്മുടെ ചെയർമാൻ ഗിരിധര സാറിന്റെ വൈഫ് ഉണ്ടല്ലോ, സുമിത. സുമിത മാഡം. അത് ഞാനിപ്പോ ഇങ്ങനെ നിങ്ങളോട്. ഓ അതൊന്നും സാരമില്ല, നമ്മളിപ്പോ ഫ്രണ്ട്സ് അല്ലേ. ആ സ്ഥിതിക്ക് കിരണ് എന്തും തുറന്നു പറയാം. നീ പറ. അയ്യോ എടാവേ, വെള്ളം ചേർന്നടിക്കില്ലേ കൂമ്പ് വാടി പോകും കേട്ടോ. ആ കഥയൊക്കെ പറയണമെങ്കിൽ ഇച്ചിരി ഫിറ്റ് ആകണം സാറേ. ഇപ്പൊ ഫിറ്റായല്ലോ, ഇനി പറ. ഞാനും ഗിരി സാറിന്റെ ഭാര്യയും കൂടെ ഒരടുപ്പം ഉണ്ടായിരുന്നു. അടുപ്പമെന്ന് പറഞ്ഞ പ്രേമം, മുടിഞ്ഞ പ്രേമം. എന്നിട്ടെന്താ നിങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കായിരുന്നു? കല്യാണം വരെ എത്തിയായിരുന്നു സാർ. പക്ഷെ അവസാന നിമിഷം എല്ലാം തകർന്നു പോയി. അതെങ്ങനെ സംഭവിച്ചു? അത് പറ. എന്തു പറ്റി? എന്തിനാ നീ കരയുന്നേ? നീ ഇങ്ങനെ കരയാതെ കാര്യം പറയും. ആഡ് ഫിലിമില് എനിക്ക് അഭിനയിക്കാൻ കിട്ടിയ ചാൻസ് അത് പോയി നിതീഷ് ഏട്ടാ. പോയെന്നോ? എവിടെ പോയെന്ന്? അതെങ്ങനെ സംഭവിച്ചു? നീ അങ്ങനെ തോച്ചു കൊടുക്കേണ്ട കാര്യം എന്താ? നീ പ്ലാൻ ചെയ്ത പോലെ നാളെ രാവിലെ ഷൂട്ടിങ്ങിന് പോണം, അത്ര തന്നെ. ഞാൻ അങ്ങനെ ഏട്ടത്തിയുടെ വാക്കും ധിക്കരിച്ചു പോയാ അത് ഹോട്ടലിൽ വെച്ച് പോലീസ് പിടിച്ച കാര്യം സനുവേട്ടത്തി എല്ലാവരോടും പറയും. എന്നാലും അന്ന് നടന്ന കാര്യങ്ങളൊക്കെ സനുവേട്ടത്തി എങ്ങനെ അറിഞ്ഞൂന്നാ എനിക്ക് എത്ര ചിന്തിച്ചിട്ടും പിടികിട്ടാത്ത. നിനക്ക് എന്നെ വിശ്വസിക്കാം. ആ രഹസ്യം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അതെനിക്കറിയാം. എനിക്ക് നിതീഷേട്ടനെ എന്നെക്കാളും വിശ്വാസമാ. എന്നാലും എന്നോട് ഇങ്ങനെയൊക്കെ ഒരു ദ്രോഹം ചെയ്യാൻ ഏടത്തിക്ക് എങ്ങനെയാ തോന്നുന്നത്? എത്ര നാള് കാത്തിരുന്നിട്ട് കിട്ടിയ ഒരു അവസരമായിരുന്നു ഇത്. സാനി ആളൊരു പ്രത്യേക ടൈപ്പാ. ഗിരിയേട്ടനും അമ്മയും കൂടെ ചേർന്ന് അവളെ വഷളാക്കി വെച്ചിരിക്കുക. നീ വിഷമിക്കാതെ, എന്തേലും ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഞാനിപ്പോ കുറച്ച് തിരക്കില്ല, ഒരു ചെറിയ ബിസിനസ് മീറ്റിംഗ്. നീ സമാധാനമായിട്ട് കിടന്നുറങ്ങിക്കോ, ഞാൻ നാളെ വിളിക്കാം. നീ എന്നെ ചീത്ത വിളിച്ചിരുന്നെങ്കിൽ പോലും ഞാൻ ചിലപ്പോ ക്ഷമിച്ചേനെ. പക്ഷേ ഇത് ശരിയാവില്ല സുമി. എന്നെ ചേട്ടാ കുട്ടാന്നൊന്നും വിളിക്കണ്ട, അത്ര തന്നെ. അത് പിന്നെ ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിന് വിളിച്ചൊന്നുമല്ല, അച്ഛമ്മ പറഞ്ഞിട്ടാ ഞാൻ. ആര് പറഞ്ഞിട്ടായാലും കൊള്ളാം, നമ്മൾ എന്താണെന്നുള്ളത് നമുക്കറിയാം. പിന്നെ ആരെ കാണിക്കാനാ ഈ അഭിനയം? ആദ്യം മുതലേ ഞാൻ ഗിരിയേട്ടാന്ന് വിളിച്ചു തുടങ്ങിയിരുന്നെങ്കിൽ അതൊരിക്കലും കളിയാക്കലായിട്ട് ഒരിക്കലും തോന്നില്ലായിരുന്നല്ലോ. അപ്പൊ വിളിയല്ല പ്രശ്നം, അത് കേട്ട് പഴകാത്തതിന്റെ. ആയിരിക്കാം, സമ്മതിച്ചു. കണ്ടും കേട്ടും പഴകിയ കാര്യങ്ങളൊന്നും മാറാതിരിക്കുന്നതല്ലേ നമുക്ക് രണ്ടുപേർക്കും നല്ലത്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് എന്താണോ ഇന്ന് വരെ വിളിച്ചിരുന്നത് അതങ്ങ് തുടർന്നാ മതി. എന്നെ ഇതിൽ കൂടുതൽ പരീക്ഷിക്കരുത് പ്ലീസ്. ഇറ്റ്സ് എ റിക്വസ്റ്റ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ മോനെ കിരണേ? എടാ അപ്പൊ പറഞ്ഞു വരുമ്പോ നീ സുമിതയുടെ നെറികേടുകൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. നിന്നെ ജോലിക്കെടുക്കാൻ ഞങ്ങളെ കാണിച്ച അധ്വാനം വെള്ളത്തിൽ വരച്ച വര പോലെ ആയി പോയല്ലോടാ. അയ്യോ അതിനെ സാറേ അങ്ങനെ പറഞ്ഞേ. എടാ എന്തൊക്കെ പറഞ്ഞാലും
സുമിത ഇന്ന് ഗിരിധരന്റെ ഭാര്യയാണ്. ഈ വൈരാഗ്യം വെച്ച് അവൾ എന്തെങ്കിലും ഗിരിയോട് പറഞ്ഞു കൊടുത്താൽ അവളോടെ നിന്റെ പണി തീർന്നു. അവളങ്ങനെ ചെയ്യോ സാറേ? ചെയ്യാനും ചെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു സേഫ്റ്റിക്ക് നീ സുമിതയോട് ചെയ്തു പോയതിനൊക്കെ ഒരു മാപ്പ് പറഞ്ഞേക്ക്. മാപ്പ് മാത്രമല്ല പറയേണ്ടത്, ഗിരിയോടൊന്നും പറയില്ല എന്ന് അവളെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിക്കുകയും വേണം. നീ എന്നതാടാ ഈ ആലോചിക്കുന്നത്? സമയം കളയാതെ ഫോണെടുത്ത് വിളിക്കേ. മോളെ സുമി. ആ അമ്മേ, അച്ഛനെവിടെയാ? കുളിക്കുകയാണോ? ഏയ്, മാർക്കറ്റിൽ പോയിരിക്ക, ഫോൺ എടുത്തിട്ടില്ല. ഈ അച്ഛനൊരു കാര്യം. നിന്റെ അച്ഛന്റെ കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാ, നിനക്കറിയാലോ. എന്തൊക്കെയുണ്ട് മോളെ വിശേഷങ്ങള്? നീ എന്താ രാവിലെ തന്നെ വിളിച്ചത്? അതമ്മേ, എനിക്ക് അച്ഛന്റെ അടുത്ത് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താടി അച്ഛനോട് മാത്രം പറയാനൊരു കാര്യം? അമ്മേ, അത് അത്ര വലിയ കാര്യമൊന്നും അല്ല. അല്ലെങ്കിലും പണ്ടേ നിനക്ക് അച്ഛനോടാണല്ലോ സ്നേഹം. നിന്റെ കാര്യങ്ങളെല്ലാം ചന്ദ്രേട്ടൻ പറഞ്ഞു വേണം ഞാൻ അറിയാം. അമ്മേ, ഇത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല. ഒരു കാര്യത്തില് അച്ഛന്റെ അഭിപ്രായം ഒന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു, അതാ വിളിച്ചത്. അതെന്താ? എന്റെ അഭിപ്രായത്തിന് ഒരു വിലയില്ലേ? നിനക്ക് എന്നോട് പറഞ്ഞാൽ എന്താ കുഴപ്പം? നീ കാര്യം പറ സുമി. ശരി, പക്ഷെ ഞാൻ പറയുന്ന കാര്യം അമ്മ ക്ഷമയോടൊന്ന് കേൾക്കണം. എടുത്തിയാടി പ്രതികരിക്കാനായിട്ട് നിൽക്കരുത്. നീ പറ. അവൻ വീണ്ടും നിന്റെ പിറകെ നടക്കുകയാണല്ലേ? അമ്മ, ഞാൻ നേരത്തെ പറഞ്ഞ ഇങ്ങനെ എടുത്തിയാടി പൊട്ടിത്തെറിക്കാനായിട്ട് നിൽക്കരുതെന്ന്. കിരണിന്റെ ഉദ്ദേശം എന്താന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഇവിടെ അതൊന്നും അല്ല എന്റെ പ്രശ്നം. പഴയ കാര്യങ്ങള് ഞാൻ ഗിരിയുടെ അടുത്ത് പറയണോ വേണ്ടിയോ എന്ന് എനിക്ക് തീരുമാനിക്കാൻ പറ്റുന്നില്ല. ഞാനത് മറച്ചു വെച്ചാ ഞാനത് ഗിരിയുടെ അടുത്ത് കാണിക്കാൻ പോകുന്ന ഏറ്റവും വലിയ മര്യാദകേടാവില്ലേ? മണ്ടത്ര ആലോചിക്കാതെ സുമി. ഇനി ഇപ്പൊ എല്ലാം വിളമ്പാൻ നിന്നാ അതും വലിയൊരു അപകടം വരുത്തി വെക്കില്ലേ? പറയാതിരുന്നാലല്ലേ അമ്മ അപകടം? ഞാൻ പറയാതിരുന്നിട്ട് പിന്നെ എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും ഗിരി അതൊക്കെ അറിഞ്ഞാല് എന്താവെന്നൊന്ന് ചിന്തിച്ചു നോക്കിയമ്മേ. ഓ, ഒരു മണ്ണാങ്കട്ടെ ആവില്ല. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവും. അതൊക്കെ മാന്തി പുറത്തെടുത്ത് ചൊറിഞ്ഞു പുണ്ണാക്കാൻ പോവേണ്ട ഒരു കാര്യമില്ല. മോളെ, നീ ഒരു പെണ്ണാ. ഒരു പെണ്ണിന്റെ ജീവിതത്തിൽ ഇങ്ങനെ നല്ലതും ചീത്തയുമായ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവും. അതൊക്കെ കല്യാണത്തിന് ശേഷം ഭർത്താവിനോട് പറയാന്ന് വെച്ചാ അത് ജീവിതത്തിന്റെ മനസ്സമാധാനം നഷ്ടപ്പെടുത്താൻ മാത്രമേ ഉപകരിക്കുള്ളൂ. പക്ഷെ അമ്മ, ഗിരി അങ്ങനെയൊന്നും ചിന്തിക്കുന്ന ഒരാളല്ല. ഗിരി എത്ര വലിയ മനസ്സിന്റെ ഉടമയാണെന്ന് പറഞ്ഞാലും ഒരാണല്ലേ മോളെ? സുമി, സുമി ഇന്ന് ഫ്രീ ആണോ? അത് കൊള്ളാം, ഞാനിവിടെ ഫുൾ ടൈം ഫ്രീ അല്ലേ. എനിക്കിവിടെ പ്രത്യേകിച്ച് എന്ത് ജോലി ഇരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ സുമി ഒന്ന് പോയി വേഗം റെഡിയാകും. നമുക്കൊരു സ്ഥലം വരെ പോയിട്ട് വരാം. എവിടേക്ക്? അമ്പലത്തിലേക്കാ? അല്ല, അത് പിന്നെ നമുക്കൊരു ഡോക്ടറെ പോയി കണ്ടിട്ട് വരാം. അയ്യോ, എന്തു പറ്റി? എന്തെങ്കിലും അസുഖം തോന്നുന്നുണ്ടോ? പനിയുണ്ടോ? ഏയ്, അതല്ല സുമി, ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാ, അസുഖവും അസ്വസ്ഥതയൊക്കെ ശരീരത്തിന് മാത്രമല്ലല്ലോ വരുന്നത്. മാനസികമായി നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ സമ്മർദ്ദങ്ങളോ ഉണ്ടായാൽ അതിനും ഡോക്ടറെ കാണാമല്ലോ. ഗിരി പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്ന് തെളിച്ചു പറ ഗിരി, നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? സുമി, നമ്മളൊരു സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോവുക. ചെറിയ ചെറിയ മാനസിക പ്രശ്നങ്ങൾ വേണ്ട രീതിയിൽ അഡ്രസ് ചെയ്യപ്പെടാതിരുന്നാൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് വളരും. തുടക്കത്തിൽ അതൊന്നും വലിയ ഗൗരവമുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് തോന്നില്ല. പക്ഷെ അതൊന്നും അങ്ങനെയല്ല സുമിത. രാവിലെ തന്നെ ഓഫീസിൽ പോലും പോകാതെ സൈക്കാട്രിസ്റ്റിനെ പോയി കാണാൻ മാത്രം എന്ത് പ്രശ്നമായിരിക്കും ഗിരിക്ക്?
നമുക്കതൊന്നും സ്വയം മനസ്സിലാക്കാനോ തിരുത്താനോ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ ഒരു സൈക്യാട്രിസ്റ്റിന് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് മനസ്സിലാവും. ആരംഭത്തിൽ തന്നെ പരിഹരിക്കാനും പറ്റും. പാവം ഗിരി, ജോലിയുടെ സ്ട്രെസ്സും സ്ട്രെയിനും തീരെ സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല. എന്നാലും ഒരു സൈക്യാട്രിസ്റ്റിനെ കാണാനും മാത്രം. നമുക്ക് പോവാം. ഭാഗ്യം, കാര്യം പറഞ്ഞപ്പോ അവൾക്ക് മനസ്സിലായല്ലോ. അങ്ങനെ ആദ്യത്തെ കടമ്പ കടന്നു. ഗിരിയുടെ മാനസിക പ്രശ്നങ്ങൾ എന്തു തന്നെ ആയാലും അതൊക്കെ പരിഹരിക്കപ്പെടുന്ന കൂട്ടത്തില് എന്നോടുള്ള ഈ അകൽച്ചയും കൂടി ഒന്ന് മാറിയാ മതിയായിരുന്നു. സുമി, ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ മാത്രം ഒന്നുമില്ല. എനിക്ക് ടെൻഷനൊന്നുമില്ല. കാര്യങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ട എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. ഞാൻ വരാം ഗിരി. ഞാൻ ഡോക്ടർ തരകന്റെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട് 10:30. എന്നാ സുമി പോയി വേഗം റെഡിയാകും. സ്വന്തം പ്രശ്നങ്ങൾ സ്വയം തിരിച്ചറിഞ്ഞ് ഒരു സൈക്യാട്രിസ്റ്റിനെ കാണാൻ ഗിരി തീരുമാനിച്ച സ്ഥിതിക്ക് ഈ ചികിത്സ കൊണ്ട് ഗിരി അടിമുടി മാറ്റിയെടുക്കണം. ഒരു ഭാര്യയുടെ സ്നേഹവും പരിചരണവും വേണ്ടുവോളം കൊടുത്ത് ഞാൻ ഗിരിയെ മാറ്റിയെടുക്കും. മനസ്സെന്ന് പറയുന്നത് വല്ലാത്ത കോംപ്ലിക്കേറ്റഡ് ആയ ഒരു പ്രതിഭാസമാണ്. നമ്മൾ കരുതുന്നതും കാണുന്നതുമെല്ലാം എപ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല. നമ്മുടെയൊക്കെ തോട്ട് പ്രോസസ്സുകൾ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കഴിവ് മനുഷ്യന്റെ മനസ്സിനുണ്ട്. എന്താ ഡോക്ടർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ട്രീറ്റ്മെന്റോ കൗൺസിലിംഗോ ഒക്കെ കൊണ്ട് മാറാവുന്നതല്ലേ ഉള്ളൂ. മാറാകിയൊന്നുമില്ല. പക്ഷേ പ്രശ്നം ആർക്കാണെന്നും എന്താണെന്നും സ്വയം തിരിച്ചറിവ് ഉണ്ടാകുകയാണ് വേണ്ടത്. അതിനുശേഷമേ നമുക്ക് ട്രീറ്റ്മെന്റ് ആരംഭിക്കാനാവൂ. ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതിന്റെ നേരെ വിപരീതമായിരിക്കും കാര്യങ്ങൾ. ഞാൻ പറയുന്നത് ഗിരിധറിന് മനസ്സിലാവുന്നുണ്ടോ? മിസ്റ്റർ ഗിരിധർ, നിങ്ങൾ കരുതുന്ന പോലെ ഒരു കുഴപ്പവും നിങ്ങളുടെ ഭാര്യയ്ക്കില്ല. എനിക്കെന്ത് പ്രശ്നം? അല്ല, അത് കുറച്ചു ദിവസമായിട്ട് സുമിതയ്ക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് സുമി സമ്മതിച്ചാണല്ലോ. ഞാൻ എന്ത് സംഭവിച്ചെന്ന് ഗിരി എന്തൊക്കെയാ പറയുന്നേ? അല്ല സുമി, ഞാൻ കുറച്ചു ദിവസമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അയ്യോ, ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. ഇതൊരു സാധാരണ കാര്യം. അപ്പൊ എന്നെ ചികിത്സിക്കാനാണോ നമ്മളിവിടെ വന്നത്? വൈഫിന്റെ ഭാഗത്തുണ്ടായതെന്ന് നിങ്ങൾ പറഞ്ഞ പെരുമാറ്റവും പ്രവൃത്തികളൊന്നും ഒരു മാനസിക അസ്വാസ്ഥ്യത്തിന്റെ ലക്ഷണങ്ങളല്ല. നോ ഡോക്ടർ, ഞാൻ പറഞ്ഞത് ഒരാളുടെ പെരുമാറ്റത്തിൽ പെട്ടെന്ന് വരുന്ന ചില മാറ്റങ്ങൾ. ഓരോ മനുഷ്യരും ഓരോ രീതിയിലല്ലേ കാര്യങ്ങൾ പ്രകടിപ്പിക്കുന്നത്. അതിൽ കൂടുതലൊന്നും ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ എന്ന നിലയിൽ എനിക്ക് ഈ കേസിൽ കാണാൻ കഴിഞ്ഞില്ല. ദാറ്റ്സ് മൈ ഒപ്പീനിയൻ. സുമി, കണ്ടില്ലേ ഡോക്ടർ, ഇത് കുറച്ചുകൂടെ മയത്തിൽ ഹാൻഡിൽ ചെയ്യുന്ന ഞാൻ കരുതിയത്. ഡോക്ടർ, ഇങ്ങനെയാണോ ഒരു പേഷ്യന്റിന്റെ മുന്നിൽ വെച്ച് സംസാരിക്കേണ്ടത്? അതിന് പേഷ്യന്റ് അവരല്ലല്ലോ. നിങ്ങളുടെ ഭാര്യ പെർഫെക്റ്റ്ലി നോർമലാണ് മിസ്റ്റർ ഗിരിധർ. രണ്ടുപേരോടും സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു കാര്യം ഉറപ്പിച്ചു പറയാം. അതിന് ചെറിയ ചില കറക്ഷൻസ് ഒക്കെ വേണ്ടത് നിങ്ങൾക്കാണ് സർ. ജസ്റ്റ് ഷട്ട് അപ്പ്. നിങ്ങളുടെ പ്രായം മാത്രം ബഹുമാനിക്കുന്നതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും പറയാത്തത്. ഇനി നിങ്ങൾ ഒരു അക്ഷരം വേണ്ടിയാ നിങ്ങളുടെ ഈ ക്ലിനിക്ക് ഞാൻ പൂട്ടിക്കും, പറഞ്ഞേക്കാം. ഭ്രാന്ത് ഇരിക്കല്ല നിങ്ങൾക്കാ.